ദൈവത്തെ തിരിച്ചറിയാതെ കൂടെയുള്ള ദൈവത്തെ വിശ്വസിക്കാത്തത് എപ്പോഴെന്നറിയാമോ? നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നൊരു ചിന്ത നമ്മെ പരിചയപ്പെടാം. എന്നെ ഉയർത്തുവാൻ അവരുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ പ്രിയരെ, സുനിൽ പാസ്റ്ററിൽ കൂടെ ദൈവം സംസാരിക്കും, സുനിൽ പാസ്റ്ററിൽ കൂടി ദൈവം ഇടപെടും. പക്ഷെ സുനിൽ പാസ്റ്ററിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യും. എന്റെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് ഒരു വചനം കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ വചനത്തെ പൂർത്തിയാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ആ വചനത്തെ പൂർത്തിയാക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഹാർവസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമല്ല. കൃഷിക്കാർക്ക് അറിയാം കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു ചെടി നട്ടിട്ട് ആ ചെടിയുടെ ഫലം എടുക്കണമെങ്കിൽ ആ ചെടിക്ക് കൊടുക്കേണ്ട പരിപാലനം, ആ ചെടിക്ക് കൊടുക്കേണ്ട കരുതൽ, ആ ചെടിയോടുള്ള സൂക്ഷ്മത, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പാട്ടിൽ പാടിയതുപോലെ ആമേൻ, ഞാൻ ആരുടെ സ്വന്തമാണ്? യേശുവിന്റെ സ്വന്തമാണ്. യേശു ആർക്ക് സ്വന്തമാണ്? എനിക്ക് സ്വന്തമാണ്. അപ്പോൾ ഇത് എന്റെ ഉള്ളിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്റെ കാഴ്ചപ്പാടുകളെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. അതൊരിക്കലും അവർ അംഗീകരിക്കത്തുമില്ല. നമ്മുടെ ചിന്തകളെ ഉൾക്കൊള്ളുവാൻ പലർക്കും കഴിയത്തില്ല. നമ്മൾ പറയുന്ന വാക്കുകളെ പലർക്കും പറയുവാൻ കഴിയത്തില്ല. പലരും പറയുന്നത് ഇതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം, ഇതൊക്കെ എന്തിനുള്ള പ്രസംഗിക്കാൻ കൊള്ളാം. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയരെ, രാഷ്ട്രീയക്കാർ പറയുന്നതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം, സമൂഹത്തിൽ പറയുന്ന അധികാരികൾ പറയുന്നത് പ്രസംഗിക്കാൻ കൊള്ളാം. പക്ഷേ എന്റെ ദൈവം പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. രാഷ്ട്രീയക്കാരുടെ വാക്കുകൾക്ക് പ്രിയരെ വാല്യൂ ഇല്ല. അവർ ജയിക്കാൻ വേണ്ടി, അവരുടെ കാര്യം സാധ്യമാക്കുവാൻ വേണ്ടി അവർ എന്ത് വാഗ്ദത്തവും ചെയ്യും, അവർ എന്ത് പൊള്ളത്തരവും പറയും. പക്ഷേ ദൈവത്തിന് പൊള്ളത്തരം പറയാൻ അറിയത്തില്ല. ദൈവത്തിന് വെറുതെ പൊള്ള വാഗ്ദാനം കൊടുക്കാൻ അറിയത്തില്ല. ദൈവം ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കത്തില്ല. ദൈവം നിവർത്തീകരിക്കപ്പെടാത്ത കാര്യത്തെ കുറിച്ച് ഒരിക്കലും പറയത്തില്ല. ദൈവം എന്തെങ്കിലും ഒരു സൃഷ്ടിയോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒറ്റ കാര്യം പ്രിയരെ, സഭാപ്രസംഗി 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിനും ഒരു സമയം.